ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അപ്പോഴാണ് ഒരു ചെറിയ കട കണ്ടത്. നമുക്ക് അവിടെ എന്തൊക്കെയുണ്ടെന്നൊന്ന് നോക്കാം. ഇവിടെ എന്തെല്ലാം കഴിക്കാനുണ്ട്? ഇഡ്ഡലി പൂരി, മസാല ദോശ, നെയ് റോസ്റ്റ്, പൊടി ദോശ, ആപ്പം, പൊങ്കൽ എല്ലാം ഉണ്ട്. സൈഡായിട്ട് കറികളൊക്കെ ഉണ്ട്. കറികൾ അപ്പത്തേക്ക് കലങ്ങ് കറി, സാമ്പാർ, ഇഡ്ഡലി, സാമ്പാർ, ചമ്മന്തി. പൊങ്കൽ ഇവിടെ സ്ഥിരമായിട്ടുള്ള പൊങ്കൽ സ്ഥിരമായിട്ടുള്ളത്. പൊങ്കൽ, ഇഡ്ഡലി, ഉപ്പുമ, അപ്പം ഇതെല്ലാം ഇവിടെ സ്ഥിരമായിട്ടുള്ളത്. മസാല ദോശ, നെയ് റോസ്റ്റ്, വട, സാമ്പാർ വട, തൈര് വട, രസവട ഇതെല്ലാം ഇവിടെ സ്ഥിരമായിട്ടുണ്ട്. നമുക്ക് കഴിച്ച് നോക്കട്ടെ. ശരി. കടയിൽ നല്ല തിരക്കുണ്ട്. രാവിലെ ആയതുകൊണ്ട് ഇവിടെ കാപ്പി ബ്രേക്ക്ഫാസ്റ്റാണ് കൂടുതലായിട്ടുള്ളതെന്ന് തോന്നുന്നു. ഊണിൻ്റെ കാര്യം ഉണ്ടോ ഇല്ലയെന്നറിയില്ല, അത് ചോദിച്ചു നോക്കാം. ഊണില്ല. ഇവിടെ രാവിലെ 6 മണിക്കാണ് തുറക്കുന്നത്. രാവിലെ 6 മണിക്ക് തുറന്ന് 11:30 വരെ ഇന്ന് ഫുഡ് കിട്ടും. പിന്നെ തുടങ്ങുന്നത് 4:30 മുതൽ രാത്രി 10:30 വരെയാണ്. ഓർഡർ ചെയ്ത ഫുഡ് വന്നിട്ടുണ്ട്. നമുക്ക് കഴിച്ച് നോക്കാം. ഇത് സാമ്പാർ, ചമ്മന്തി, ഒരു മുളക് ചമ്മന്തി ഉണ്ട്, ഉഴുന്നുവടയുണ്ട്. എല്ലാം സാമ്പാർ നന്നായിട്ടുണ്ട്. ഇവിടെ നല്ല തിരക്കുണ്ട്. ഇത് കൂടുതലും പാഴ്സൽ പോകുന്നുണ്ടെന്ന് തോന്നുന്നു. പാഴ്സൽ വാങ്ങിക്കാൻ ഞാൻ തോന്നുന്നുണ്ട്. കുറേ ആൾക്കാരൊക്കെ നിൽക്കുന്നുണ്ട്. അതെ, ഞാൻ റെഗുലറാണ്. ഒരു 2-3 ഇയേഴ്സായിട്ട് ഞാൻ ഇവിടെ റെഗുലറായിട്ട് വന്ന് കഴിക്കാറുണ്ട്. നല്ല അടിപൊളി ഫുഡാണ്. എന്നും ഒരേപോലെ ഇരിക്കുന്ന ടേസ്റ്റാണ്. ഏത് രാവിലെ ആണെങ്കിലും വൈകുന്നേരം ആണെങ്കിലും നല്ല ഹോംലി എക്സ്പീരിയൻസ് ആണ് കഴിക്കാൻ. പിന്നെ ഇതുവരെ കഴിച്ചിട്ട് വേറെ ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും ഉണ്ടായിട്ടില്ല. കടയിലെ സ്പെഷ്യൽ എന്തൊക്കെയാണ്? എൻ്റെ സ്പെഷ്യൽ ഇവിടെ ഇഡ്ഡലി, സാമ്പാർ, ചമ്മന്തി, പിന്നെ സാമ്പാർ വട, രസവട, ദോശ. ഇവിടെ ഈവനിങ് സ്പെഷ്യൽ ഉളുന്തവട, കാറവട, ഉളുന്തവട, പരിപ്പ് വട. പിന്നെ ഇത് എപ്പോൾ മുതൽ എപ്പോൾ വരെയാണ് ഈ കടയുടെ സമയം? രാവിലെ 6:30 ഓപ്പൺ ചെയ്തിട്ട് പിന്നെ 12 ക്ലോസ് ചെയ്യും. രാവിലെ ഇഡ്ഡലി, പൂരി, മസാല ദോശ, നെയ് റോസ്റ്റ്, ഇടിയപ്പം, അപ്പം, പൊങ്കൽ, ഉപ്പുമ, രസവട, തൈര് വട, സാമ്പാർ, ഇഡ്ഡലി ഇതെല്ലാം രാവിലെ കാണും. വൈകുന്നേരം എപ്പോഴാണ് തുറക്കണത്? എന്തെല്ലാം ഉണ്ട്? വൈകുന്നേരം 3:30 ഓപ്പൺ ചെയ്തത്. അവിടെ ഈവനിങ് സ്പെഷ്യൽ കാറവട, ഉളുന്തവട. കാറവടയാണ് സ്പെഷ്യൽ. പിന്നെ റവ ദോശ, മസാല ദോശ, മൈസൂർ മസാല, ബഡ്ഡൂര, ചപ്പാത്തി, പൂരി, ഇഡ്ഡലി, സാമ്പാർ ഇഡ്ഡലി, ഗോതമ്പ് ദോശ. പിന്നെ ഇവിടെ ഏറ്റവും കൂടുതലായിട്ട് ആൾക്കാർ വന്ന് കഴിക്കണത് എന്തൊക്കെയാണ്? ഇവിടെ ഏറ്റവും കൂടുതലെങ്കിൽ അവർക്ക് പിടിച്ച സാധനമെങ്കിൽ ഇഡ്ഡലിയാണ്. ഇവിടെ ഇഡ്ഡലി, സാമ്പാറാണ് ഏറ്റവും കൂടുതൽ കഴിക്കുന്നത്. പത്മനാഭസ്വാമികൾക്ക് ഇങ്ങ് വരുമ്പോൾ നമ്മ കടയ്ക്ക് വരണം. നല്ല ഫുഡ് നമ്മൾ ഉറപ്പായിട്ട് തരും. ഇവിടെ ഹോംലി ഫുഡാണ്. എല്ലാവർക്കും സ്വാഗതം. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ തെക്കേ നിലയിലുള്ള ആനവാൽ സ്ട്രീറ്റാണ് ഇതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ.
കടയുടെ ഉടമസ്ഥൻ നല്ല ആൾക്കാർ. ഈ മാമീൻ പറഞ്ഞ മാമ സ്വാമി അവരാണ് നല്ല സഹായം. നമുക്ക് കൊറോണ സമയത്തിൽ നല്ല സഹായിച്ച് തന്നു. നമുക്ക് ഇല്ലെങ്കിൽ ഇത്രയും നാൾ നമുക്ക് കൊണ്ടുപോകാൻ പാടായിരുന്നു. വാടകയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തു, വാടകയൊക്കെ നല്ല കുറച്ച് തന്നു, നല്ല ഹെൽപ്പ് ചെയ്തു. അതെ, നിങ്ങൾ തിരുവനന്തപുരത്ത് വരുവാണെന്നുണ്ടെങ്കിൽ ഈ ഫുഡ് കഴിക്കണമെന്നുണ്ടെങ്കിൽ ഈ വെങ്കടേശ്വര ടിഫിൻ സെൻറ്റർ എന്ന് പറഞ്ഞുള്ള ഒരു ചെറിയ കടയാണ്. അവിടെ വന്ന് കഴിക്കുന്നത് നല്ല ഉഗ്രൻ ഫുഡാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല ഹോംലി ഫുഡാണ്. വയറിനാണെങ്കിൽ ഒരു കംപ്ലൈൻറ്റും വരില്ല എന്നാണ് ഇവിടെ സ്ഥിരമായിട്ട് കഴിക്കുന്ന ആൾക്കാരൊക്കെ പറയുന്നത്. ഉലകത്തിൽ ഒരേ ഒരു സ്വർഗം അമ്മയുണ്ടാക്കിയ വീട്ടിലെ ഭക്ഷണം.